ജ്യൂസ് കുടിക്കും. ഇനി തന്നെ എന്താക്കിയത്? നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? എത്ര ആലോചിച്ചിട്ടും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എടുത്തി. ശ്യാമ അങ്ങനെ ചെയ്യൂ? അവൾക്ക് എന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് തന്നെയാക്കി ഞാനും ആലോചിക്കുന്നത്. എത്ര നല്ല സ്വഭാവക്കാരിയാ ശ്യാമ. അവൾ അങ്ങനെയൊക്കെ ചെയ്യൂ? പ്രത്യേകിച്ച് നിന്നോട്. നിന്നെ അവൾക്ക് പ്രാണനായിരുന്നു. അതാണ് എന്നെ ആകെ കുഴപ്പിക്കുന്നത്. എത്ര നല്ല ലൈഫായിരുന്നു ഞങ്ങളുടേത്. എത്ര നല്ല സ്വഭാവശുദ്ധിയായിരുന്നു ശ്യാമയ്ക്ക്. അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ. ഇന്നത്തെ കാലമല്ലേ അഖി. മനുഷ്യര് എങ്ങനെയാ ചിന്തിക്കുന്നതെന്നും എങ്ങനെയൊക്കെയാ പ്രവർത്തിക്കുന്നതെന്നും ആർക്കറിയാം. ഇതിപ്പോ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം പിടിച്ചില്ലേ? അതുകൊണ്ട് അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും പകച്ചു നിൽക്കുക. ഇനി ശ്യാമ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? എനിക്ക് വിശ്വസിക്കാനും അവിശ്വസിക്കാനും പറ്റാത്തൊരു അവസ്ഥയിലായി പോയി എടുത്തി. ശ്യാമയുടെ മനസ്സിനുള്ളിൽ ഒരു ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് എങ്ങനെ കരുതാൻ പറ്റും? അഖി മോനെ, ഈ ആലോചനകളൊക്കെ തന്നെയാ എനിക്കുള്ളത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഏത് നേരവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഇത് തന്നെയാ. ഇനി ശ്യാമയുടെ വീട്ടിലെ ഈ ദാരിദ്ര്യമൊക്കെ ഓർത്ത് അവളുടെ ഏട്ടൻ അരവിന്ദന്റെ പ്രേരണയാൽ ഇതിന് മുതിർന്നതാണെങ്കിലോ? ദാരിദ്ര്യവും ഇല്ലായ്മയും കടവും ഒക്കെ മനുഷ്യരെ വല്ലാതെ ക്രൂരന്മാരാക്കുമെന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോടോ അച്ഛനോടോ ഒന്ന് ചോദിച്ചൂടെ എടുത്തി? നമ്മള് കൊടുക്കില്ലേ? ശ്യാമയുടെ കൂട്ടുകാരി അർച്ചനയുടെ കല്യാണത്തിന് വരെ നമ്മൾ ധനസഹായം ചെയ്തത് ശ്യാമയ്ക്ക് കൂടി അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ അവള് എന്നോട് പറയുമായിരുന്നില്ലേ? ചോദിക്കുമായിരുന്നില്ലേ? അഖി, ഈ ശ്യാമയും ശ്യാമയുടെ മാതാപിതാക്കളും ഒക്കെ വലിയ അഭിമാനികളല്ലേ? അഭിമാനികളാണെങ്കിൽ ഇങ്ങനൊരു ക്രൂരതയ്ക്ക് ഒരുങ്ങോ? സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കോ? അതും ശരിയാണ്. ആ വീഡിയോ ഒറിജിനലാ. അത് കണ്ട നിന്നെ കൊല്ലാൻ നോക്കിയത് ശ്യാമയുടെ അരവിന്ദന്റെയും വ്യക്തമായ പ്ലാൻ തന്നെയാണെന്ന് മനസ്സിലാവും. ശ്യാമയ്ക്കെതിരെ ശക്തമായൊരു തെളിവ് അങ്ങനെയുള്ളപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിശ്വസിക്കണം. അതല്ലാതെ ഇനി മറ്റു പോംവഴികളൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരുടെ നാടാണിത്. ശ്യാമയോ അത് ചെയ്തെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അഖി, നീ എങ്ങനെ സമാധാനം കണ്ടെത്താനായി ശ്രമിക്കുമോനെ? ശരി. മോളെ വിസ്മയ, എന്താ മമ്മി? മമ്മി ഒരു കാര്യം ചോദിച്ചാ എന്റെ മോള് സത്യം പറയൂ? അതെന്ത് ചോദ്യം മമ്മി? മമ്മിയോട് ഞാൻ എന്തെങ്കിലും
എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊരു തർക്കം വേണ്ട, അതവിടെ നിൽക്കട്ടെ. എന്റെ മോള് മുമ്പ് ആനന്ദ നിലയത്തിലെ അഖിലിനെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടില്ലേ? സ്വപ്നം കണ്ടിട്ട് എന്താ ഫലം? അഖിലേട്ടനെ ആ ശ്യാമ തട്ടിക്കൊണ്ടുപോയില്ലേ? തട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ശ്യാമ ഇപ്പോ അഖിലിന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. മമ്മി പറഞ്ഞു വരുന്നത്? ശ്യാമ ഒരു പോക്ക് പോയി. ഇനി ഒരു കാരണവശാലും അവൾ അഖിലിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. വന്നാലൊട്ട് വസുന്ധര അവളെ സ്വീകരിക്കുകയില്ല. ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് അഖിലും അവളെ അംഗീകരിക്കില്ല. ആ വിവാഹബന്ധം ഉടനെ ഡിവോഴ്സ് ആവും. മമ്മി, കാര്യങ്ങൾ തെളിച്ചു പറ. വേറൊന്നുമല്ല, ഒരു ഗോൾഡൻ ചാൻസാ നിനക്ക് വരാൻ പോകുന്നത്. ഒരു രാജകുമാരനോടൊപ്പമുള്ള ജീവിതം. അതാ ഞാൻ ചോദിച്ചത്, നീ അഖിലിനെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടില്ലേന്ന്. സ്വപ്നങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു ഇടക്കാലത്ത്. അത് മുറിഞ്ഞുപോയി. അപ്പോഴാ വിവേക് കല്യാണാലോചനയുമായി വന്നത്. ഇപ്പൊ ആ സ്വപ്നങ്ങളാ കൂടുതലും കാണുന്നത്. എന്നാൽ ആ സ്വപ്നം ഇനി മുതൽ കാണണ്ട. അല്ല മമ്മി, വിവേകുമായി കല്യാണം നടത്താന്ന് നമ്മൾ വാക്ക് കൊടുത്തല്ലേ? എന്ത് വാക്ക്? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്ത വാക്കും മാർക്കറ്റിലെ പഴയ ചാക്കും ഒരുപോലെയാ. നീ വിവേകിനെ കല്യാണം കഴിച്ച പണി പാൽപായസത്തിൽ കിട്ടും. അവൻ പാട്ടറിയാവുന്നവനാ, ബെസ്റ്റ് മ്യൂസീഷ്യനാ. കഴിഞ്ഞ തവണ നീ അവനെ കാണാൻ ചെന്നപ്പോ അവൻ രാഗം താളം ലയം എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഉപദേശിച്ച് ചുറ്റിച്ചത് നീ മറന്നുപോയോ? അത് ശരിയാ. നീ അവനെ കെട്ടിയാ നിനക്ക് പാടാനൊന്നും അറിയില്ലെന്ന് അവന് മനസ്സിലാകുമ്പോ സംഗതി മാറും. അപ്പൊ പിന്നെ അവനെ തേക്കല്ലേ? അവൻ തേക്കുന്നതിന് മുൻപ് നീ അവനെ തേക്കുന്നതാ ബുദ്ധി. നിനക്കൊരു ചുക്കും പാടാൻ അറിയില്ലെന്ന് തിരിച്ചറിയുമ്പോ അവൻ നിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ച് ഒരു ചവിട്ടും കൂടി തന്ന് പറഞ്ഞു വിടും. അതിലും നല്ലത് അഖിലെന്ന പ്രിൻസിനെ കെട്ടി സസുഖം ജീവിക്കുന്നതല്ലേ? അഖിലാണോ വിവേകാണോ കൂടുതൽ മെച്ചം? ഒരു ത്രാസിലിട്ട് നീയൊന്ന് തൂക്കി നോക്കിക്കേ, രണ്ടിൽ ആരാ മെച്ചോന്ന്. അതിന് ത്രാസ് എവിടെയാ? എടി മണ്ടി, മനസ്സിലെ വെയിങ് മെഷീനിലിട്ട് ഒന്ന് തൂക്കി നോക്കാൻ. എങ്ങനെ തൂക്കി നോക്കിയാലും അഖിൽ സാറ് തന്നെയാ മുൻപില്. കൂടുതലൊന്നും ആലോചിക്കാനില്ല. അവനെ കെട്ടിയാൽ നിനക്ക് കോടീശ്വരിയായി വാഴാം. അല്ല മമ്മി, രണ്ടാം കെട്ടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും അലവലാദികൾ കളിയാക്കാൻ വരുമോ? അറേബ്യയിലെ രാജാക്കന്മാരെ 10ഉം 18ഉം ഒക്കെ കെട്ടുന്നു, പിന്നെയാ ഒരു രണ്ടാം കെട്ട്. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. അഖില് തന്നെയാ നിന്റെ ഭർത്താവ്. എനിക്കും അത് തന്നെ മതി. ഞാനും അതങ്ങ് ഉറപ്പിച്ചു. എന്റെ അഖിലേട്ടനെ ഒടുവിൽ എനിക്ക് തന്നെ കിട്ടും. അഖിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. സഹിക്കുന്നില്ല. എന്ത് ചെയ്യാനായിട്ടാ? വന്നു ചേരുന്ന പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. അതിലുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ സഹിക്കുകയും വേണം. എടാ, അവൻ വല്ലാതെ തകർന്നു പോയരണേ. അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു അവൻ ശ്യാമയെ. സ്നേഹം ഇത്തിരി കൂടുതലായിരുന്നു. എന്നാലും എന്തെല്ലാം തരം മനുഷ്യരാ ഇവരുടെയൊക്കെ മനസ്സിൽ. എന്താ ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു ഇവർക്ക്? മനുഷ്യ മനസ്സ് അങ്ങനെയാണ് ഏട്ടാ. മുഖത്തെ ചിരി കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അകത്തെന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ.
എന്തായാലും കഴിഞ്ഞതൊക്കെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതെ, ഇതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്നറിയാൻ എനിക്ക് കുറേ നേരം വേണ്ടി വന്നു. ഐശ്വര്യമായിരുന്നു ശരിയെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. രണ്ടുപേരും ഉണ്ടല്ലോ. അഖി എവിടെ? ആ മോള് മുറിയിലുണ്ടച്ചാ. എന്താച്ചാ അവനെ വിളിക്കണോ? ഏയ് വേണ്ട, അവനാകെ മനപ്രയാസത്തിലായിരിക്കുമല്ലോ. ഞാൻ അവനെ പോയി കണ്ടോളാം. ആ പിന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം പറയാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താച്ചാ? ആ ബിസിനസ് അഗ്രിമെന്റ്സ് പുതുക്കുന്നതിന് വേണ്ടി ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അല്ല, അതിന് അച്ഛൻ തന്നെ പോകണമെന്നില്ലല്ലോ, ഞങ്ങളാരെങ്കിലും പോയാൽ പോരെ? അതെ, പോരാ, പ്രധാനപ്പെട്ട വേറെയും പല ആവശ്യങ്ങളുണ്ട്. ചില ഫ്രാഞ്ചൈസികളെ കാണണം. എല്ലാം ചാർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അച്ഛാ, ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛൻ കൂടി പോയാ? അതെ, അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അഖിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവനെ ആശ്വസിപ്പിക്കണം. റെസ്റ്റ് എടുക്കാൻ പറയണം. അവൻ ചിലപ്പോൾ കമ്പനിയിലേക്ക് പോകാൻ തയ്യാറായെന്ന് വരും. വിടരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും ആരും തുനിയരുത്. അതി, എന്താ? നീയാണ് മൂത്തത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇല്ലാത്തതാ. ശരി അച്ഛാ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം. അതെല്ലാവരും കൂടെ ശ്രമിച്ചാലേ നടക്കൂ. അല്ല അച്ഛാ, ഇവിടെ ഇപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഉണ്ടായ പ്രശ്നങ്ങൾ ചെറുതൊന്നും അല്ലല്ലോ. അത് ഈ കുടുംബത്തിനെ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. അഖിയുടെ മനസ്സിനേറ്റ മുറിവ് ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങി വരാൻ ഇത്തിരി സമയമെടുക്കും. അതുവരെ നമ്മളെല്ലാവരും അവനെ കരുതുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവനെ നമുക്ക് പഴയതുപോലെ തിരിച്ചെടുക്കണം. ശരി അച്ഛാ. ശരി. നിനക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. മരുന്ന് വാങ്ങണ്ടേ ചേച്ചി? ആ മേടിക്കാം. മുറിവൊക്കെ ഉണങ്ങി, ഇനി കുഴപ്പമൊന്നുമില്ല. പൊയ്ക്കോളൂ. താങ്ക് യു ഡോക്ടർ. മോനെ സൂക്ഷിച്ച്. താങ്ക് യു ഡോക്ടർ. ശരി. അമ്മേ, ദേ ആ നോശം പിടിച്ചവള്. ചേച്ചി, അഖിൽ സാർ. നമുക്ക് ഇവന് ഇവിടുന്ന് കൊണ്ടുപോവാ. വാ അമ്മേ. പിടിക്ക്. വാ വാ. അഖി, വേഗം നടക്ക്. ഒരുപാട് അസുഖങ്ങളുള്ള സ്ഥലാ. വാ. അമ്മേ, ഞാൻ നാശങ്ങൾ വരുന്നുണ്ട്. വണ്ടി വേഗം വിട്ടോ. അഖിൽ സാർ, അഖിൽ സാർ, അഖിൽ സാർ. ചേച്ചി, പതുക്കെ പോ. ചേച്ചി. അഖിൽ സാർ. അയ്യോ, ചേച്ചി. ചേച്ചി, എനിക്ക് ചേച്ചി. ചേച്ചി. മോളെ,
എണീക്ക് മോളെ. മോളെ, മോക്ക് എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ ഇവിടെ എങ്ങനെയാ വന്ന്? ഞാൻ അങ്ങനെ വന്നു. നിങ്ങൾ എവിടെയൊക്കെ ഞാൻ തിരക്കിയെന്നറിയോ? ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടത് വലിയ അത്ഭുതം തന്നെയാ. അത്ഭുതമാണെങ്കിൽ അത് ദൈവം കൂട്ടിമുട്ടിച്ചതാ മോളെ. സംശയം വേണ്ട. എന്തു പറ്റി മോളെ? എന്റെ കുട്ടി ഇപ്പൊ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ. ഒത്തിരി പറയാനുണ്ട്. വേണ്ട മോളെ, മനസ്സിലാവും. ഞാൻ എന്റെ ഭഗവാൻ കൃഷ്ണനെ അല്ലാതെ മറ്റാരെയും സ്വപ്നം കണ്ടിരുന്നില്ല. എനിക്ക് എല്ലാ സൗഭാഗ്യവും ദൈവം തന്നു. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം വരെ അവസാനിച്ച പോലെ. ഒന്നുമില്ല മോളെ, നീ കരയാതെ. ഒത്തിരി ഇഷ്ടമുള്ളവരെ ഭഗവാൻ ഒത്തിരി പരീക്ഷിക്കും, വേദനിപ്പിക്കും. ആ വേദനകൾ തരുന്നത് സന്തോഷത്തിന്റെ സുഖം അറിയാനാ. നിനക്ക് നന്മകൾ മാത്രമേ ഭഗവാൻ തരൂ. നീ തളരരുത്. എന്റെ മോക്ക് നല്ലത് വരാൻ പോവുക. അതിന്റെ കടുത്ത പരീക്ഷണമാണ് ഇതൊക്കെ. നിനക്ക് പിന്നീട് കരയേണ്ടി വരില്ല. ശരി. ആരാ മമ്മി? ആ, അറിയില്ല. ആ മോളെ, വാ, ദേ നോക്കി. മോളെ, ആര് വന്നിരിക്കുന്നേ നോക്കി. അല്ല, ആരൊക്കെ ഈ പുതിയ അതിഥികള്? വസുന്ധരയ്ക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഈ വഴികളും ഇവിടെ താമസിക്കുന്ന മനുഷ്യരെയൊന്നും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ തിരക്കി വന്നത്. വാ വസുന്ധരെ, വാ ഐശ്വര്യ, കയറി വാ. എന്തുണ്ട് വിസ്മയ വിശേഷങ്ങള്? ഓ, ഒന്നുമില്ല. ഗാനമേള പ്രോഗ്രാംസ് ഒന്നുമില്ലേ ഇപ്പോ? ഒരു ഗൾഫ് പര്യടനം വന്നതാ. 1 മാസം UAE-ൽ. വീട്ടിന്ന് അത്രയും ദിവസമൊക്കെ എങ്ങനെ മാറി നിൽക്കും? വേണ്ടാന്ന് വെച്ചു. ആദ്യം കാര്യം അങ്ങ് പറയാമേ. എന്നാ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താ വസുന്ധരെ? ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ. കാര്യം വളച്ചുകെട്ടില്ലാതെ നേരെ അങ്ങ് പറ വസുന്ധരെ. നമ്മൾ തമ്മില് ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അഖിയുടെ കാര്യമൊക്കെ അറിയാലോ. അതൊക്കെ അറിയാം. ഒരു ഫ്രോഡിനെ കല്യാണം കഴിച്ചാ ഇങ്ങനെയൊക്കെ ഇരിക്കും.